നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച കുറച്ച് പുതിയ പാറ്റേൺ പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ കുറെ സെഷൻസ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റ് ആയിട്ട് ന്യൂ പാറ്റേൺ എന്ന് പറഞ്ഞ് പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പോയി ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ചുവടെ പറയുന്ന മുഗൾ ഭരണാധികാരികളുടെ പൂർണ്ണ നാമങ്ങളിൽ ശരിയല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നത് വായിക്കാം. ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഷാജഹാൻ, മുഹായിദ്ദീൻ മുഹമ്മദ് ഔറംഗസീബ്, സഹിറുദ്ദീൻ മുഹമ്മദ് ഹുമയൂൺ, ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ. ഇതില് ശരിയല്ലാത്തത് ആണ് ചോദിച്ചിരിക്കുന്നത്. സഹിറുദ്ദീൻ മുഹമ്മദ് ഹുമയൂൺ. സഹിറുദ്ദീൻ മുഹമ്മദ് ഹുമയൂൺ ആണ് ശരിയല്ലാത്തത്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന മുഗൾ ഭരണാധികാരികളിൽ ആരാണ് ബീബി കാ മക്ബറ എന്ന ശവകുടീരം തന്റെ ഭാര്യയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ചത്? ബീബി കാ മക്ബറ ഔറംഗസീബ് ആണ്. ഔറംഗസീബ്. ചുവടെ പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാം? അപ്പോ ഇവിടെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിന്റെ സ്ഥാപകരുടെ പേരുമാണ് തന്നിരിക്കുന്നത്. ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭാരതീയ വിദ്യാഭവൻ KM മുൻഷി, ബനാറസ് ഹിന്ദു കോളേജ് മദൻ മോഹൻ മാളവ്യ, വേദാന്ത കോളേജ് രാജാറാം മോഹൻ റോയ്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി വക്കം അബ്ദുൽ ഖാദർ മൗലവി. ശരിയായത് ഏതെല്ലാം? ഭാരതീയ വിദ്യാഭവൻ KM മുൻഷിയാണ്, ബനാറസ് ഹിന്ദു കോളേജ് മദൻ മോഹൻ മാളവിയാണ്, വേദാന്ത കോളേജ് രാജാറാം മോഹൻ റോയ് ആണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ്. അപ്പൊ നാലാമത്തതാണ് തെറ്റ്. അപ്പോ ഉത്തരം ഏതാണ്? 1, 2, 3 എന്നിവയാണ് ശരി. ഓക്കെ, അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യയിലെ പിന്നാക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരമാണ് കമ്മ്യൂണൽ അവാർഡ്. 1932 ഓഗസ്റ്റ് 16 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത്. ഗാന്ധിജി കമ്മ്യൂണൽ അവാർഡിനെ അനുകൂലിച്ചിരുന്നു. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് ആയിരുന്നു. ഇതില് ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗാന്ധിജി കമ്മ്യൂണൽ അവാർഡിനെ എതിർക്കുകയാണ് ചെയ്തത്. അപ്പൊ 1, 2, 4 എന്നിവയാണ് ശരി. ഓപ്ഷൻ സി. നിങ്ങൾ PSC പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണോ? എങ്കിൽ PSC എക്സാമുകളിൽ ഉന്നത റാങ്ക് കരസ്ഥമാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്പ് ഞാൻ പറഞ്ഞു തരാം. അൺഅക്കാഡമി. അൺഅക്കാഡമിയിൽ LDC മെയിൻസ് എക്സാമിന് വേണ്ടി ജൂലൈ 21 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 90 ഡേയ്സ് ബാച്ച് കോഴ്സ് ആണ് ജേതാവ്. ഇതില് 12 ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്തു തരുന്നത്. അപ്പൊ ഈ കോഴ്സ് 10% ഡിസ്കൗണ്ട് കൂടി കിട്ടാൻ വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് കൂടി കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, അങ്ങനെ ടോട്ടൽ 19% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടാണെങ്കിൽ ജൂലൈ 22 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ച് കോഴ്സ് ആണ് ദൗത്യം. 50 ഡേ കോഴ്സാണ്. ജൂലൈ 22 സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോപ്പ് 9 എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇതിലെ പോർഷൻസ്. സിലബസ് ഫുൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നുണ്ട്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. 12th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടി ജൂലൈ 8 സ്റ്റാർട്ട് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ദിശ. അപ്പോൾ ഇതിൽ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. LGS മെയിൻസിന് വേണ്ടി ജൂലൈ 15 ഒരു 6 ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നയിക്കുന്ന ഒരു ബാച്ച് കോഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 75 ഡേയ്സ് ബാച്ച് കോഴ്സാണ് ജേതാവ്. അപ്പോൾ ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ ഈ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ 1, 2, 4 എന്നിവയാണ് ശരി. ഓപ്ഷൻ ഡി ആണ് 1, 2, 4 എന്നിവ. ഓക്കെ, അടുത്ത ചോദ്യം, യുനെസ്കോയുടെ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ പ്രധാന ബയോസ്ഫിയർ റിസർവുകൾ, അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. അവ തന്നിരിക്കുന്ന ബയോസ്ഫിയർ റിസർവുകൾ ഗൾഫ് ഓഫ് മാന്നാർ, നോക്രക്ക്, പച്മാർഹി, സിംലിപാൽ. സംസ്ഥാനങ്ങൾ തന്നിരിക്കുന്നത് ഒഡീഷ, മധ്യപ്രദേശ്, മേഘാലയ, തമിഴ്നാട്. എങ്ങനെയാണ് ചേരുംപടി ചേർക്കുന്നത്?
ഗൾഫ് ഓഫ് മാന്നാർ എവിടെയാണ്? തമിഴ്നാട്. നോക്രക്ക് മേഘാലയ. പച്മാർഹി മധ്യപ്രദേശ്. സിംലിപാൽ ഒഡീഷ. അപ്പം ഇങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ. ഓക്കെ, അപ്പോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. A4, B3, C2, D1. നിങ്ങൾ ഇങ്ങനൊരു ചോദ്യം വന്നിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മാച്ച് ചെയ്തു. ഓപ്ഷൻ എഴുതുമ്പോൾ തെറ്റിപ്പോയുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കരുത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ട് നോക്കി വേണം, അതെല്ലാം ഒരുപോലെ നമുക്ക് തോന്നും, നോക്കി കറക്റ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യം. ചുവടെ പറയുന്നവയിൽ അറബിക്കടലിൽ പതിക്കാത്ത നദി ഏതാണ്? അറബിക്കടലിൽ പതിക്കാത്ത നദി ഏതാണ്? മഹാനദിയാണ്. സിന്ധു, നർമ്മദ, താപ്തി എന്നിവ അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ്. ചുവടെ പറയുന്ന നദികൾ, അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. അപ്പോ ബംഗാളിന്റെ ദുഃഖം, ബീഹാറിന്റെ ദുഃഖം, ഒറീസയുടെ ദുഃഖം, അസമിന്റെ ദുഃഖം. ഇവിടെ തന്നിരിക്കുന്നത് ദാമോദർ, കോസി, മഹാനദി, ബ്രഹ്മപുത്ര. എങ്ങനെയാണ് ചേരുംപടി ചേർക്കേണ്ടത്? ബംഗാളിന്റെ ദുഃഖം ദാമോദർ, ബീഹാറിന്റെ ദുഃഖം കോസി, ഒറീസയുടെ ദുഃഖം മഹാനദി, അസമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര. അപ്പൊ നേരെ നേരെ തന്നെയാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. ഭൂപടത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാം? ഭൂപടത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? തന്നിരിക്കുന്നത് ഒപിസോമീറ്റർ, അറ്റ്മോമീറ്റർ, റോട്ടാമീറ്റർ, ഹൈപ്സോമീറ്റർ. അപ്പം ഇതില് ഏതൊക്കെയാണ്? ഒപ്പിസോമീറ്ററും റോട്ടാമീറ്ററും. ഒപ്പിസോമീറ്ററും റോട്ടാമീറ്ററും. ഓപ്ഷൻ സി 1, 3 എന്നിവയാണ് ഭൂപടത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഓക്കെ, തന്നിരിക്കുന്ന ദ്വീപുകള് ബാഫിൻ, ന്യൂ ഫൗണ്ട്ലാൻഡ്, ഐസ്ലാൻഡ്, ജാവ. ഇതില് ഏതൊക്കെയാണ് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നത്? ബാഫിൻ, ന്യൂ ഫൗണ്ട്ലാൻഡ്, ഐസ്ലാൻഡ്. ഇത് മൂന്നുമാണ്. ഓക്കെ, 1, 2, 3 എന്നിവയാണ് ഉത്തരം. അടുത്ത ചോദ്യം. താഴ്ന്നു വീശുന്ന കാറ്റിന് സമാന്തരമായി രൂപപ്പെടുന്ന കുമുലസ് മേഘങ്ങളുടെ നിരയാണ് ക്ലൗഡ് സ്ട്രീറ്റ്സ്. ക്ലൗഡ് സ്ട്രീറ്റ്സ് ആണ്. വായു, നീരാവി അനുപാതം പൂരിതമാകുകയും അതിന് താഴെ ഘനീഭവിച്ച് തുടങ്ങുകയും ചെയ്യുന്ന നിർണായക ഊഷ്മാവാണ് ഹിമാങ്കം. ഹിമാങ്കം. 76. ചുവടെ പറയുന്നവയിൽ കാലികവാദങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഉദാഹരണം അല്ലാത്തത്, സീസണൽ വിൻസിന് ഉദാഹരണം അല്ലാത്തത്. മൺസൂൺ കാറ്റ്, കടൽ കാറ്റ്, പർവ്വതക്കാറ്റ്, ധ്രുവീയ കാറ്റ്. ധ്രുവീയ കാറ്റാണ്, പോളാർ വിൻസ് ആണ്. ഓക്കെ, അടുത്തത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം അന്തരീക്ഷ പാളികളിലാണ് ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുന്നത്? ഊഷ്മാവ് കുറയുന്നത് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇതില് ട്രോപ്പോസ്ഫിയറിലും മീസോസ്ഫിയറിലും എന്താണ് ചെയ്യുന്നത്? ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഉത്തരം. ബാക്കി സ്ട്രാറ്റോസ്ഫിയറും തെർമോസ്ഫിയറും എടുത്തു കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോണിന്റെ ഫോർമേഷൻ നടക്കുന്നു, തെർമോസ്ഫിയറിൽ അയോണീകരണം നടക്കുന്നു. ഓക്കെ, അപ്പം ഇത് രണ്ടിലും ഊഷ്മാവ് കൂടുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം. ചുവടെ പറയുന്ന പുൽമേടുകൾ, അവ കാണപ്പെടുന്ന പ്രദേശങ്ങൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? ശരിയായത് ഏതെല്ലാം? സെറാഡോ ബ്രസീലിൽ കാണുന്ന പുൽമേടുകളാണ്. സെൽവാസ് തെക്കേ അമേരിക്ക. ബുഗ്യാൽ ഉത്തരാഖണ്ഡ്, ഇന്ത്യ. പൂന പെറു. അപ്പൊ ഇതൊക്കെ പുൽമേടുകളും രാജ്യങ്ങളുമാണ്. അപ്പൊ ഇതിൽ ശരിയായത് ഏതെല്ലാമാണ്? എല്ലാം ശരിയാണ്. 1, 2, 3, 4 എന്നിവ ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ചുവടെ പറയുന്നവയിൽ ഏതാണ് പ്രാചീന അമേരിക്കയിൽ നിലനിന്നിരുന്ന സംസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത്? ഉൾപ്പെടാത്തത് പ്രാചീന അമേരിക്കയുടെയിലാണ്. പ്രാചീന അമേരിക്കയിൽ നിലനിന്ന സംസ്കാരത്തിൽ മായൻ, അസ്റ്റക്ക്, അക്കാഡിയൻ, ഇൻക. ഇത് SCERT ഫാക്റ്റും കൂടിയാണ് കേട്ടോ. അക്കാഡിയൻ ആണ് അമേരിക്കയിൽ ഉൾപ്പെടാത്തത്. മായൻ സംസ്കാരം അമേരിക്കയിലായിരുന്നു. അസ്റ്റക്ക്, ഇൻക ഇതെല്ലാം പ്രാചീന അമേരിക്കയിൽ നിലനിന്നിരുന്ന സംസ്കാരങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായത് എന്നുള്ളതിൽ നിങ്ങൾ അടിയിൽ വരച്ചിടണം കേട്ടോ, അണ്ടർലൈൻ ചെയ്തിടണം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഏതാണ് ചോദിച്ചതെന്ന് കൺഫ്യൂഷൻ വരും. നോക്കാം.
മഹത്തായ ഉടമ്പടി എന്ന അർത്ഥമുള്ള മാഗ്ന കാർട്ട എന്ന പദം ലാറ്റിൻ ഭാഷയിൽ നിന്നുണ്ടായതാണ്. 1715 ജൂൺ 15 മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചത് ഇംഗ്ലീഷ് രാജാവായ ജോൺ രണ്ടാമനാണ്. ഇതിൽ ശരിയായത് രണ്ടും ശരിയാണ് അല്ലെ. അപ്പൊ മാഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം മഹത്തായ ഉടമ്പടി, ലാറ്റിൻ ഭാഷയിൽ നിന്നുള്ള വാക്കാണ്. 1215 ജൂൺ മാസം 15 മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചത് ഇംഗ്ലീഷ് രാജാവായ ജോൺ രണ്ടാമൻ തന്നെയാണ് ഒപ്പുവെച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. എന്തിനെ കുറിച്ചുള്ള പഠനമാണ് സൗറോളജി അല്ലെങ്കിൽ സോറോളജി എന്ന് അറിയപ്പെടുന്നത്? പല്ലിയെ കുറിച്ചുള്ള പഠനമാണ്, പല്ലികളെ കുറിച്ചുള്ള പഠനമാണ്. അടുത്ത ചോദ്യം. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവനകൾ നോക്കാം. പ്രൊഫസർ ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. പ്രൊഫസർ ആർ മിശ്ര. പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട അന്തർദേശീയ സംഘടനയായ IUCN ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലാണ്. പരിസ്ഥിതി സംരക്ഷണ സംഘടനയായ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം ആരംഭിച്ചത് വങ്കാരി മതായി ആണ്. പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഗ്രീൻ ക്രോസ് സ്ഥാപിച്ചത് മിഖായിൽ ഗോർബച്ചേവ് ആണ്. ഇതില് ശരിയായത് ഏതെല്ലാം? ഇതില് എല്ലാം ശരിയാണ്. ഈ പറഞ്ഞതില് എല്ലാം ശരിയാണ്. ഓക്കെ, അപ്പോ പ്രൊഫസർ ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ്. IUCN ആസ്ഥാനം സ്വിറ്റ്സർലൻഡ് ആണ്. ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ചത് വങ്കാരി മതായി ആണ്. ഗ്രീൻ ക്രോസ് പ്രസ്ഥാനം സ്ഥാപിച്ചത് മിഖായേൽ ഗോർബച്ചേവുമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. സസ്യങ്ങളുടെ കാണ്ഡത്തിലെ സൈലത്തെയും ഫ്ലോയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന കനം കുറഞ്ഞ കോശങ്ങൾ. കനം കുറഞ്ഞ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഓപ്ഷൻ നോക്കാം. പാരൻ കൈമാ കോശങ്ങൾ, കോളൻ കൈമാ കോശങ്ങൾ, സ്ക്ലീറൻ കൈമാ കോശങ്ങൾ, ലിഗ്നിൻ. ഏതാ കനം കുറഞ്ഞത്? പാരൻ കൈമ. കോളൻ കൈമ അഗ്രഭാഗം കോർണേഴ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സ്ക്ലീറൻ കൈമ എന്ന് പറഞ്ഞാൽ ഹാർഡസ്റ്റ് ആയിട്ടുള്ള കോശങ്ങളാണ്. ഓക്കെ, അപ്പോ ഇവിടെ കനം കുറഞ്ഞ കോശങ്ങളാണ്, പാരൻ കൈമ കോശങ്ങളാണ്. അടുത്ത ചോദ്യം. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലക്നൌവിലാണ് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. കൊക്കൂൺ എന്നറിയപ്പെടുന്നത് പ്യൂപ്പയുടെ സംരക്ഷണ ആവരണത്തെയാണ് എന്ത് വിളിക്കുന്നത്? കൊക്കൂൺ എന്ന് വിളിക്കുന്നത്. എട്രോപ്ലസ് സുരാൻഡൻസിസ് എന്നത് കേരള സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഏതിന്റെ ശാസ്ത്രീയ നാമമാണ്? എട്രോപ്ലസ് സുരാൻഡൻസിസ് എന്നത് കരിമീൻ എന്ന് പറയുന്നത് സംസ്ഥാന മത്സ്യമാണ്. സംസ്ഥാന മത്സ്യത്തിന്റെ ശാസ്ത്രീയ നാമമാണ് എട്രോപ്ലസ് സുരാൻഡൻസിസ്. ഓർക്കുക. അടുത്ത ചോദ്യം. മനുഷ്യരിൽ തലച്ചോറിനെ അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കാത്ത രോഗം ചുവടെ പറയുന്നവയിൽ ഏതാണ്? ബാധിക്കാത്ത രോഗമാണ്. ഓക്കെ, പോളിയോ, കുഷ്ഠം, ഹങ്ങിങ്ടൺ, മെലനോമ. ഇതിലേതാ തലച്ചോറിനെ ബാധിക്കാത്തത്? മെലനോമയാണ്. മെലനോമ എന്താണ്? സ്കിൻ ക്യാൻസർ ആണ് കേട്ടോ, സ്കിൻ ക്യാൻസർ. ബാക്കി പോളിയോ, കുഷ്ഠം, ഹങ്ങിങ്ടൺ എല്ലാം തലച്ചോറിനെ അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നതാണ്. അടുത്ത ചോദ്യം. ചുവടെ പറയുന്നവയിൽ ഏതാണ് ഓർഗാനിക് ആസിഡുകൾ ഉൾപ്പെടാത്തത്? സിട്രിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്. നൈട്രിക് ആസിഡ് ആണ് ഓർഗാനിക് ആസിഡിൽ പെടാത്തത്. ഓക്കെ, സിട്രിക് ആസിഡ് നാരങ്ങ, ഓറഞ്ച് മുതലായ പുളിരസമുള്ള ഫ്രൂട്ടിൽ കാണപ്പെടുന്നു. അസറ്റിക് ആസിഡ് വിനാഗിരിയിൽ കാണപ്പെടുന്നു. ടാർട്ടാറിക് ആസിഡ് പുളിയിൽ കാണപ്പെടുന്നു. ഓക്കെ, അടുത്തത്. ആവർത്തന പട്ടികയിൽ 118 അറ്റോമിക നമ്പറുള്ള മൂലകം ഏതാണ്? ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. അനൺ ട്രിയം, അനൺ പെൻഡിയം, അനൺ ഒക്ടിയം, അനൺ സെപ്റ്റിയം. ഇതില് 118 ആവർത്തന പട്ടികയിൽ 118 അറ്റോമിക നമ്പറുള്ള മൂലകം ഏതാണ്? നമ്മൾ തിരയുന്ന ആൻസർ ഈ ഓപ്ഷനിലില്ല. ഒഗാനേസൻ ആണ് 118. പക്ഷേ ഒഗാനേസൻ എന്ന പേര് നൽകുന്നതിന് മുന്നേ IUPAC താൽക്കാലികമായിട്ട് 118 മൂലകത്തിന് നൽകിയ പേരാണ് ഈ ഓപ്ഷനിലെ ഉത്തരം. അതേതാ? അനൺ ഒക്ടിയം. അതാണ് ഒഗാനേസനായിട്ട് നാമകരണം ചെയ്തത്. ഓക്കെ ആണോ? അടുത്തത്. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയില് ചൂടെ പറയുന്നവയിൽ ഏതാണ്? നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ കെൽവിൻ സ്കെയിലാണേ, കെൽവിൻ. ആങ്സ്ട്രോം എന്നത് ചുവടെ പറയുന്നവയിൽ ഏതിന്റെ യൂണിറ്റ് ആണ്? ആങ്സ്ട്രോം എന്നത് പ്രകാശത്തിന്റെ വേവ് ലെങ്ത്, തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് ആണ്. അടുത്ത ചോദ്യം. ടെലിഫോൺ കമ്പനികൾ നൽകുന്ന ഡിജിറ്റൽ ഫോൺ ലൈൻ സംവിധാനമായ ISDN പൂർണ്ണരൂപം എന്താണ്?
ISDN അതിന്റെ പൂർണ്ണരൂപം എന്താ? ഇന്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഇന്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്നതാണ് ISDN പൂർണ്ണരൂപം. പ്രിന്ററിന്റെ ഔട്ട്പുട്ട് റെസല്യൂഷൻ കണക്കാക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? അപ്പോൾ പ്രിന്ററിന്റെ ഔട്ട്പുട്ട് റെസല്യൂഷൻ കണക്കാക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? ഉത്തരം DPI ആണ്. ഡോട്ട്സ് പെർ ഇഞ്ച്, DPI പ്രിന്ററിന്റെ ഔട്ട്പുട്ട് റെസല്യൂഷൻ. മറക്കരുത്. റഷ്യ ആദ്യമായി വികസിപ്പിച്ച COVID-19 വാക്സിൻ ഏതാണ്? റഷ്യ ആദ്യമായി വികസിപ്പിച്ച COVID-19 വാക്സിൻ സ്പുട്നിക് വാക്സിൻ എന്നുള്ളത് സ്പുട്നിക് V ആണ്. മറക്കല്ലേ. അടുത്തത്, അമേരിക്കയിൽ 2020 നടന്നു കഴിഞ്ഞതാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോ ബൈഡന് പിന്തുണ നൽകുന്നതിനായി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? കമല ഹാരിസ്. ഇന്ത്യൻ വംശജയായ കമല ഹാരിസ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്തെ ചെന്നൈയുമായി കടൽ മാർഗം ബന്ധിപ്പിക്കുന്നതിനുള്ള 2300 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സംവിധാനമാണ് അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്? ആൻഡമാൻ നിക്കോബാറിനെ ചെന്നൈയുമായി കടൽ മാർഗം ബന്ധിപ്പിക്കുന്നതിനുള്ള 2300 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സംവിധാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിൽ കോംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG ആയി പുതിയതായി നിയമിക്കപ്പെട്ട വ്യക്തി GC മുർമു, ഗിരീഷ് ചന്ദ്ര മുർമു. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനത്തേക്കാണ് മനോജ് സിൻഹ നിയമിതനായത്? ജമ്മു കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനത്തേക്കാണ് മനോജ് സിൻഹ നിയമിതനായത്. അടുത്ത ചോദ്യം, കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ട് SPC എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അതിന്റെ നേതൃത്വത്തിൽ കേരള സർക്കാർ ആരംഭിച്ച ഓൺലൈൻ കൗൺസിലിംഗ് പരിപാടി ചിരി. ഓക്കെ. അവസാനത്തെ ചോദ്യം, ചൊവ്വ ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയകരമായി നടപ്പിലാക്കിയ ആദ്യത്തെ അറേബ്യൻ രാജ്യം ഏതാണ്? UAE ആണ്. ഇപ്പൊ UAE ആണ് ചൊവ്വ ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയകരമായി നടപ്പിലാക്കിയ ആദ്യത്തെ അറേബ്യൻ രാജ്യം. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നല്ല ചോദ്യങ്ങൾ തന്നെയാണ്. വീണ്ടും ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലാവാത്തവർ വീണ്ടും കേട്ട് പഠിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.